നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പുതിയൊരു പരീക്ഷണം നടത്തി നോക്കിയായിരുന്നു. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഗുരുദേവൻ്റെ മെഡിറ്റേഷൻ ലിങ്ക് കൊടുത്തിരുന്നു. പക്ഷെ പലർക്കും അത് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ മെഡിറ്റേഷനും കൂടെ സിങ്ക് ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറക്കിയതൊക്കെ നിങ്ങളെ മെസ്സേജ് കണ്ടു കാണും. ആ ഫോർമാറ്റിലാണ് നമ്മൾ ഇനി പിടിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു സംസാരത്തിന് ശേഷം ഗുരുദേവൻ്റെ ഗൈഡഡ് മെഡിറ്റേഷൻ്റെ പുറകെ തന്നെ വരും. ഒരു 6-7 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്കാണ് താല്പര്യമെങ്കിൽ ഒരു 6-7 മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സ്കന്ദമാത എന്ന ഭാവത്തിലൂടെയാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. സ്കന്ദൻ എന്ന് വെച്ചാൽ കാർത്തികേയൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ. 6 ശിരസ്സുകളുള്ള ആ സുബ്രഹ്മണ്യന ഭഗവാനെ മടിയിലിരുത്തിക്കൊണ്ടാണ് ആ ദേവി എന്ത് ചെയ്യുന്നത്, വിരാജിക്കുന്നത്. രൂപപ്രകാരം ധ്യാന ശ്ലോകപ്രകാരം 2 കൈകളിലെ പുഷ്പമുണ്ട്. ഒരു കൈയിൽ സ്കന്ദൻ സുബ്രഹ്മണ്യനുണ്ട്, മറ്റൊരു കൈ എന്ത് ചെയ്യുന്നു, സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് ആ എക്സ്റ്റേണൽ ഫോം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഗുരുദേവ് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കന്ദൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അതേപോലെ ശക്തിയുടെയും പ്രതീകമാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ വേദാംഗങ്ങൾ, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, അതുമായിട്ട് സംഗീതം വരെ അതിൻ്റെ ബ്രാഞ്ചസ് വരെ ഈ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ കാർത്തികേയൻ ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ജ്ഞാനപ്പഴം എന്നാണ് അദ്ദേഹത്തെ തമിഴ്നാട്ടിലൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിക്കുന്നത്. അപ്പോൾ ഈ 6 വേദാംഗങ്ങളുടെയും അതേപോലെ ദർശനങ്ങൾ 6 ദർശനമുണ്ട്. മീമാംസ, ഉത്തരമീമാംസ, സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട്, ന്യായം തർക്കശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. വേറെയും പലതും വരുന്നുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ യോഗദർശനം, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പൂർവ്വമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ എല്ലാം വരുന്നത്. സാഖ്യം കപില മഹർഷിയുടെ പ്രകൃതി പുരുഷ സംയോഗമായിട്ട് ബന്ധപ്പെട്ട് കപില മഹർഷിയുടെ സാഖ്യമതം. ഈ 6 ദർശനങ്ങളുടെയും പ്രതീകമായിട്ടും സ്കന്ദനെ അല്ലെങ്കിൽ സ്കന്ദമാതാവിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സ്കന്ദമാതാവിനെ നമ്മൾ വണങ്ങുമ്പോൾ 2 ഗുണങ്ങളാണെന്നാണ് പറയുന്നത്. ഒന്ന്, ദേവിയുടെ അനുഗ്രഹം കിട്ടും, അതോടൊപ്പം തന്നെ സ്കന്ദൻ്റെ അനുഗ്രഹവും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കന്ദമാതാവിൻ്റെ പ്രസക്തികൾ പറഞ്ഞു അല്ലേ. ജ്ഞാനത്തിൻ്റെയും കലകളുടെയും എല്ലാം മൂർത്തിയായിട്ട് ദേവിയെ കണക്കാക്കുന്നുണ്ട്. അതുകൂടാതെ സ്കന്ദൻ എന്ന് പറയുന്നത്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് പുരാണപ്രകാരം ദേവസേനാപതിയാണ്. അതായത് കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ പറയുന്നത് പോലെ സൈന്യത്തിലൊക്കെയുള്ള ഏറ്റവും ഉത്തംഗമായിട്ടുള്ള സ്റ്റേറ്റിലിരിക്കുന്ന ആളാണ് അദ്ദേഹം, മോഡേൺ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സൈനികൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആളാണ്. ശരിയല്ലേ? രാജമാത എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതായത് അദ്ദേഹത്തിന്, അവർക്ക് ദയയുണ്ട്, കാരുണ്യമുണ്ട്, കെയറിങ് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്, ആത്മാഭിമാനവും തുളുമ്പുന്ന ഒരു സ്ത്രീരത്നമാണ് സൈനികരുടെ അല്ലെങ്കിൽ രാജമാത എന്നൊക്കെ പറയുന്ന ഭാവത്തിൽ. നമ്മൾ ആ രാജമാതാവിൻ്റെ ഒരു ഭാവമാണ് ഇന്ന് സ്കന്ദമാത എന്ന് പറയുന്ന ദേവിക്കുള്ളത്. അപ്പോൾ രാജകീയതയോടെ വിരാജിക്കുന്നു. അതോടൊപ്പം ഒരു സ്നേഹമയായിട്ടൊരു മാതാവിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു അഫെക്ഷൻ, ആ ഒരു വാത്സല്യവും പ്രപഞ്ചത്തിനോടും മക്കളോടുമുണ്ട്. അപ്പോൾ കർത്തവ്യ നിർവഹണത്തിൽ സദാ വ്യാപൃതയായിട്ടുള്ള, ഉത്തരവാദിത്വത്തിൽ സദാ വ്യാപൃതയായിട്ടുള്ള ഒരു ദേവീ ചൈതന്യം, ആ ഒരു സ്ത്രീരത്നത്തിൻ്റെ ഭാവമാണ് ഈ ദേവീ ചൈതന്യത്തിനുള്ളത്. നമ്മൾ മാതാവിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ മാതാവ് എപ്പോഴും മക്കളെക്കുറിച്ച് സ്നേഹവും ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഒരുപാട് ആശങ്കകളും ചെറിയ പരിഭവങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവും, ഇല്ലേ? അത് സ്വാഭാവികമാണ്, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സ്കന്ദമാതാവ് വ്യത്യസ്തമാണ്. കാരണം അവൾക്ക് അവളുടെ പുത്രനിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻസും വിശ്വസ്തതയും ഉണ്ട്. അവളുടെ പുത്രൻ ഏറ്റവും ശക്തമായിട്ട് ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യും, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരും എന്നുള്ള പൂർണ്ണമായിട്ടൊരു കോൺഫിഡൻസ് ഈ സ്കന്ദമാത എന്ന ദേവിയുടെ ഓരോ ഭാവത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന പുരാണങ്ങൾ പറയുന്നു. അതുപോലെ ഒരു ചൈതന്യമാണ് നമുക്ക് വേണ്ടത്. അതെ, പൂർണ്ണമായിട്ടുള്ള ആത്മാഭിമാനത്തോടും ശക്തിയോടും അതോടൊപ്പം തന്നെ സ്നേഹിക്കാനും അതുപോലെ വാത്സല്യത്തോടെ പരിലാളിക്കാനുള്ള കഴിവുള്ള ആ അമ്മമാരുടെ, ആ ഒരു അമ്മയുടെ, രാജമാതാവായിട്ടുള്ള ദേവിയുടെ പ്രതീകമാണ്. അതെ, ലളിതാ സഹസ്രനാമം നമ്മൾ വായിച്ചാൽ തന്നെ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഭാവത്തിലുള്ള മാതാവാണ്. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ഇങ്ങനെ ഒരു ഭാവത്തിലാണ് തുടങ്ങുന്നത്. അമ്മേ എന്നാണ് വിളിക്കുന്നത് തുടക്കത്തിൽ തന്നെ. പിന്നെ മഹാരാജ്ഞിയാണ്,
അതേപോലെ സകലമായ ഐശ്വര്യത്തിൻ്റെയും അധികാരങ്ങളുടെ എല്ലാം നിറകുടമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ദേവിയെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്കന്ദമാത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വാത്സല്യത്തിൻ്റെയും ശക്തിയുടെയും നിറകുടമാണ്. അപ്പോൾ ഇവിടെ വളരെ തരളിതമായിട്ടുള്ള ദേവിയല്ല കാണിക്കുന്നത്. തരളിതമാണ് സ്നേഹത്താൽ, എന്നാൽ അഭിമാനം കൊണ്ടും അതേപോലെ സ്വന്തം പുത്രൻ മനോഹരമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ എന്ന ആ ഒരു കോൺഫിഡൻസോടെ കാര്യങ്ങൾ പറയാൻ അത്രയും ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഒരു ചൈതന്യം പോലെയാണ് സ്കന്ദമാതാ ദേവി വിരാജിക്കുന്നത്. അതേപോലെ ദേവി ഇതിൽ വേറൊരു അർത്ഥങ്ങൾ, പ്രാക്ടിക്കലി അർത്ഥമുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നമ്മളെ ആക്രമിക്കാം, നമ്മൾ വന്ന് മൂടുമ്പോൾ, ആ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മൾ മൂടുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ഉദിച്ചുയരാൻ, വീണ്ടും ഉയർന്ന് മുമ്പോട്ട് പോകാനായിട്ട് തീവ്രമായിട്ടുള്ള ഒരു ആന്തരിക അഗ്നി ആവശ്യമുണ്ട്. അത് പല രീതിയിൽ നമുക്ക് കണക്കാക്കാം. ലക്ഷ്യം എത്തുന്നത് വരെ വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനം, അത് പറയാം. അതേപോലെ തന്നെ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും ഗംഭീരമാക്കുമെന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, പ്രതികരണശേഷി, നേതൃത്വ പാടവം, ഇങ്ങനെയുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷാത്രവീര്യം തുളുമ്പുന്ന ശക്തികൾ നൽകുന്ന ദേവി ചൈതന്യമാണ് സ്കന്ദമാത എന്ന് പറയുന്നത്. അതെ, ആ ദേവി ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഷഡാംഗങ്ങൾ, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം. ശിക്ഷ, നിരുക്തം പോലെയുള്ള കാര്യങ്ങൾ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഛന്ദശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കാവ്യവൃത്തങ്ങൾ, വൈദിക വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഛന്ദശാസ്ത്രം. കൽപ്പശാസ്ത്രങ്ങൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ എങ്ങനെ മുമ്പോട്ട് പോകണം, സാമൂഹിക വ്യവസ്ഥകളെല്ലാം ഇതിനകത്ത് വരുന്നു പറയപ്പെടുന്നു. ജ്യോതിഷം എന്ന് പറയുന്ന ആസ്ട്രോളജി, ഗോളങ്ങൾ, ജ്യോതിർഗോളങ്ങളുടെ ചലനം, ദർശനങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും കലകളുടെയും മൂർത്തിയാണ് ആര്? സ്കന്ദമാത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനം ഗുരുദേവ് നൽകുന്നത് മെഡിറ്റേഷൻ ഫോർ ഫിയർലെസ്നെസ്, ധീരതയ്ക്ക് അല്ലെങ്കിൽ പേടികളൊക്കെ മാറാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ വിടരാനുള്ള ധ്യാന പ്രക്രിയയാണ് ഗുരുദേവ് നൽകുന്നത്. മെഡിറ്റേഷൻ ഫോർ ഫിയർലെസ്നെസ്. അപ്പോൾ ഒരു സൈനികന്റെ ഉള്ളിലുള്ള ഫയർ എന്ന് പറയുന്നത് അതും എന്ത് തന്നെയാണ്? ദൈവീകത തന്നെയാണ്. രാഷ്ട്രത്തിന് വേണ്ടി പോരാടുകയാണ്. രാഷ്ട്രത്തിന് വേണ്ടി പോരാടുമ്പോൾ മരണം വരിച്ചാലും വീരസ്വർഗം പ്രാപിക്കുന്നതാണ് പറയുക, അല്ലേ? നമ്മുടെ മരിച്ചുപോയ പട്ടാളക്കാരെയൊക്കെ, യുദ്ധത്തിൽ മരിച്ചുപോയവർക്കൊക്കെ കീർത്തി ചക്ര കൊടുക്കുന്നുണ്ട്. അവർ വീരസ്വർഗം പ്രാപിച്ചു. ഇത് തന്നെയാണ് ഭഗവത്ഗീത നടക്കുമ്പോൾ അത് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്, നീ നിന്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, നിനക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി പോരാടുകയാണ് നീ. അത് ഒഴിവാക്കാൻ, യുദ്ധം ഒഴിവാക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ യുദ്ധം വന്നു, ഇപ്പൊ യുദ്ധം ചെയ്യുക മാത്രമാണ് നിന്റെ കർത്തവ്യം. ഇവിടെ നീ ഒളിച്ചോടിക്കഴിഞ്ഞാൽ നിന്റെ വരും തലമുറകൾ നിന്നെ പേടിത്തൊണ്ടെന്നോ നപുംസകം എന്നൊക്കെ വിളിച്ച് നിന്നെ കളിയാക്കും. അതുകൊണ്ട് ഉണർന്നെഴുന്നേക്കൂ അർജുന, ആ വീര്യം നിന്റെ ഉള്ളിൽ, ക്ഷാത്രവീര്യം ഉണരട്ടെ. അതെ, ആ ക്ഷാത്രവീര്യം തന്നെയാണ് നമുക്ക് ഈ സ്കന്ദമാതാ ദേവിയുടെ ഉപാസനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതേ ഉപാസനാ ശക്തി, അതേ ശക്തി തന്നെയാണ് ഈ സ്കന്ദമാതാ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വിടർന്നു വരുന്നത്. അപ്പൊ ഇന്നത്തെ ധ്യാനം മെഡിറ്റേഷൻ ഫോർ ഫിയർലെസ്നെസ്, ആത്മാഭിമാനത്തോടെ ഒന്നിലും തളരാത്ത, എല്ലാത്തിലും കത്തിക്കേറുന്ന അഗ്നിയായിട്ട് മാറുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് ശക്തിയും ചൈതന്യമാണ് അദ്ദേഹത്തിന്റെ മുഖത്തിന്. ഓരോ മാത്രയിലും ജ്വലിക്കുന്ന ഒരു ചൈതന്യമായി മാറാൻ ഉള്ള ശക്തിയാണ് സ്കന്ദമാതാ ദേവി നമുക്ക് പ്രദാനം ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ആ ധ്യാനത്തിലേക്ക് കടക്കാം. There are 4 stages for adoring, worshipping. First is samipya, nearness. Feel the closeness, nearness to the divine. Second is sanidhya, feel the presence of the divine. And third is feel the form as part of you. And then the 4th stage of samadhi is merging into it. These are the 4 type of, first feeling you're close to the Mother Divine, then feeling that presence all around you and inside of you. Third is you becoming part of it, assuming the same form. And then the 4th stage is nothing, means there is no two, there is no duality, there is no other, there is no form, just bliss.
Let us sit with our spine erect, body relaxed, eyes closed. आराम से बैठें, रीढ़ की हड्डी सीधा रखें, आंखें बंद रखें, शरीर को ढीला छोड़ें। आपके भीतर मातृ वात्सल्य छिपी हुई है, आपकी चेतना में छिपी हुई। आप माता और पिता के दोनों के अंश से ही जन्मे हो, इसलिए माता का जो मातृत्व आपके शरीर के एक एक कण में विराजमान है, आपकी चेतना में भरपूर है, कहीं छिपी हुई है वह मातृत्व। इतना ही माने, कोई चेष्टा न करें उसको उभारने की। We are made up of both our father and mother, and the motherhood is present in every cell of our being, our body and our consciousness. So there is that part of motherhood inside of you. Don't try to invoke, it is already there. Just assume it is there. Know it is there. Our consciousness is the mother of the entire universe. हमारे भीतर जो मातृवात्सल्य है वह संपूर्ण संसार के लिए, सबके लिए वही मातृत्व है जो सब में है और सर्वत्र है। मुस्कुराते मुस्कुराते विश्राम करें, सब प्रयत्न छोड़ दें। एक गर्व भरा मातृत्व आपका अपना स्वभाव में, the motherhood with pride is inherent in our consciousness. The strength, the power, and the delicate feeling of compassion. It's all part of our own consciousness. Just the thought of motherhood melts you down, and the pride makes you strong. Simultaneously recognize these two trends in our own consciousness. मातृत्व में आप पिघल जाते हो और गर्व में आप खड़े हो जाते हो। बल और प्रेम का अद्भुत संयोग है हमारी चेतना।
दृढ़ता और कोमलता एक साथ हमारे भीतर विराजमान है। अब सब प्रयत्न छोड़ दें, खाली हो जाए। Now let go all your efforts. Let go everything and repose in yourself. As you let go, your mind flies far away in all directions. It expands beyond the body and the environment. Let it happen. जैसे प्रयत्न छोड़ते हैं, मन अनंत के ओर चलने लगता है। मन को विकसित होने दें, दूर दूर तक फैलने दें। सब प्रयत्न छोड़ दें। मन को थोड़ी दूर तक फैलने दें, फिर छोड़ दें। ऐसे करते करते शीतलता महसूस हो रही है इस वक्त। मस्तिष्क में शीतलता, मन में विशालता और शीतलता, शरीर में सुकून का अनुभव। जो भी है होने दें। Whatever is this moment, just let it be. As you let go, the mind expands more and more. And let go of this awareness to expand also. Every cell in our body is relaxing, calming down. Entropy is coming down. Just let it be.
Let the nature take over. Let the consciousness take over. It is all capable. You let go. हमारी चेतना सर्वसमर्थ है, उसको करने दे, आप कुछ न करें, सब छोड़ दें, निछावर कर दें। परमात्मा सर्वसमर्थ है, उनको करने दें जो करना हो। शांति शांति शांति। शरीर और परिसर के प्रति सजग होते होते एक और गहरी सांस लीजिए और छोड़ें। और धीरे धीरे आंखें खोल सकते हैं। If you wish, you may open your eyes. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും സ്കന്ദമാതാദേവിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു മൂടാനും ശ്രേയസ്സും പ്രേയസ്സും സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത് ഇത് രണ്ടും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നവരാത്രി കാലം കൂടുതൽ കൂടുതൽ ആനന്ദത്തിൻ്റെ, ശാന്തിയുടെ, അതേപോലെ തന്നെ വീര്യത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഗുരുദേവ്.